ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രാജ്യത്തിന്റെ ബഹിരാകാശ ഭാവിയെക്കുറിച്ചുള്ള നിർണായകമായ മാർഗരേഖ പുറത്തിറക്കി. ആദ്യ ദേശീയ ബഹിരാകാശ ദിനത്തിൽ നടന്ന ചടങ്ങിലാണ് അടുത്ത 2 ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യ ലക്ഷ്യമിടുന്ന സ്വപ്ന പദ്ധതികൾ ISRO ചെയർമാൻ വി നാരായണൻ വെളിപ്പെടുത്തിയത്. ഈ പ്രഖ്യാപനം ബഹിരാകാശ ഗവേഷണത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ചുള്ള ആത്മവിശ്വാസം ഉയർത്തുന്നതും ഭാവിയിലേക്കുള്ള വ്യക്തമായ ദിശാബോധം നൽകുന്നതുമാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അതായത് BNS സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ളത്. 2028ഓടെ ഇതിന്റെ ആദ്യ മോഡൽ വിക്ഷേപിക്കാനാണ് ISRO ലക്ഷ്യമിടുന്നത്. ഇതിനുശേഷം ഘട്ടം ഘട്ടമായി വികസിപ്പിച്ച് 2035ഓടെ നിലയം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കും. നിലവിൽ ബഹിരാകാശത്ത് നിലയമുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇതോടെ ഇന്ത്യയും കടന്നുവരും. ഈ നിലയം ബഹിരാകാശ ഗവേഷണത്തിന് മാത്രമല്ല, ശാസ്ത്രജ്ഞർക്കും ബഹിരാകാശ സഞ്ചാരികൾക്കും മൈക്രോഗ്രാവിറ്റിയിൽ പരീക്ഷണങ്ങൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കും. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ വിജയത്തിന് ശേഷം ചന്ദ്രനിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര അവിടെ അവസാനിക്കുന്നില്ലെന്ന് ISRO ചെയർമാൻ വ്യക്തമാക്കി. ചന്ദ്രയാൻ 4 മിഷൻ ISROയുടെ അടുത്ത വലിയ ലക്ഷ്യമാണ്. ഈ ദൗത്യം കേവലം ചന്ദ്രനിൽ ഇറങ്ങുക മാത്രമല്ല, ചന്ദ്രോപരിതലത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ തിരികെ എത്തിക്കും. ഇത് ചന്ദ്രന്റെ ഘടനയെക്കുറിച്ചും അവിടുത്തെ ധാതു ലവണങ്ങളെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ സഹായിക്കും. 2040ഓടെ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാൻ അവിടെ വാഹനം ഇറക്കാനുമുള്ള പദ്ധതികൾ ഇന്ത്യക്കുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ISROയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായ വിക്ഷേപണ വാഹനങ്ങളുടെ കാര്യത്തിലും വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ചറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് അനുമതി ലഭിച്ചതായി വി നാരായണൻ പറഞ്ഞു. ഈ പുതിയ ലോഞ്ചറിന് വിക്ഷേപണ ചെലവ് കുറയ്ക്കാൻ സാധിക്കും. ഇത് പുനരുപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഒന്നായിരിക്കും. ഇത് ബഹിരാകാശ ദൗത്യങ്ങളെ കൂടുതൽ ലാഭകരമാക്കുകയും കൂടുതൽ വാണിജ്യ വിക്ഷേപണങ്ങൾ നടത്താൻ ഇന്ത്യയെ പ്രാപ്തമാക്കുകയും ചെയ്യും. ISROയുടെ പദ്ധതികൾ ചന്ദ്രനിൽ മാത്രം ഒതുങ്ങുന്നതല്ല. വിനീസ് ഓർബിറ്റർ മിഷനും അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ശുക്രന്റെ അന്തരീക്ഷത്തെക്കുറിച്ചും അവിടുത്തെ ഘടനയെക്കുറിച്ചും കൂടുതൽ പഠിക്കുന്നതിന് ഈ ദൗത്യം സഹായിക്കും. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തെ പ്രശംസിച്ചു. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ വിജയം ഇന്ത്യൻ യുവതലമുറയ്ക്ക് വലിയ പ്രചോദനമാണെന്നും ഇത് ഒരു പുതിയ ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയ ആഗസ്റ്റ് 23-നാണ് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഈ ദിനം ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ അശ്രാന്ത പരിശ്രമങ്ങളെ ആദരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഈ ദിവസമാണ് ISRO തങ്ങളുടെ സ്വപ്ന പദ്ധതികളുടെ രൂപരേഖ പുറത്തുവിട്ടത്. ഇത് ഭാവിയിലേക്ക് ഉറ്റുനോക്കാൻ ശാസ്ത്രജ്ഞരെയും യുവാക്കളെയും പ്രേരിപ്പിക്കുന്നു. ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ ദൗത്യം പോലുള്ള കാര്യങ്ങൾ ഇന്ത്യയുടെ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള പദ്ധതിയായ ഗംഗയാനിന്റെ വിജയത്തിന് നിർണായകമാകും. ISROയുടെ ഈ പ്രഖ്യാപനങ്ങൾ ഇന്ത്യയെ ലോകത്തിലെ മുൻനിര ബഹിരാകാശ ശക്തിയാക്കി മാറ്റാനുള്ള ഒരു ദീർഘകാല പദ്ധതിയുടെ ഭാഗമാണ്. ഈ പദ്ധതികൾ ഇന്ത്യക്ക് ശാസ്ത്ര സാങ്കേതിക സാമ്പത്തിക മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു.